നമസ്കാരം. സൂര്യനും ചന്ദ്രനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും അനുഗ്രഹത്താൽ ചില രാശിക്കാർക്ക് ഒരേപോലെ സൗഭാഗ്യം ലഭിക്കാൻ പോവുകയാണ്. ചന്ദ്രനും സൂര്യനും രാശി മാറിയിരിക്കുന്നതിനാൽ ഈ രണ്ട് ഗ്രഹങ്ങളിൽ നിന്നും 3 രാശിക്കാർക്ക് ഒരേ രീതിയിലുള്ള സൗഭാഗ്യം അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ രാശിക്കാരിൽ രാശി പരിവർത്തന യോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ യോഗത്താൽ പല വിധത്തിലുള്ള ദോഷങ്ങൾ പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ശത്രുക്കൾക്ക് പോലും തിരിച്ചടി ലഭിക്കും എന്നതാണ് വാസ്തവം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ സ്ഥിതി അല്പം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം. ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം, വിദ്യയിൽ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരാം. സ്നേഹവും കരുണയും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുകയോ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും വിദേശം പോലുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അന്യനാട്ടിലേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ അവരാൽ നീക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവരുമായി ബന്ധപ്പെട്ട് ജോലിയിൽ അനുകൂലമായ കാര്യങ്ങൾ, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പ്രശ്നങ്ങൾ പലതും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കുകയും തിരിച്ചടി അല്ലെങ്കിൽ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം അല്പം കൂടി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങം രാശിയിൽ വരുന്നവർക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പ്രധാനമായും കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ജോലിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളിലും പുരോഗമിക്കുവാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശവാസം സാധ്യമാകുന്ന സമയമാണ് ഇത്. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൈവയ്ക്കുന്നതായ മേഖലകളിൽ എല്ലാം തന്നെ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ചില സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ശത്രുക്കളാൽ അതെല്ലാം തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും.
ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. അവർക്ക് കാലിടറുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. കൂടാതെ മനസ്സ് ഏകാഗ്രതയോടെ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഈ സമയം നടത്തി മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഏത് മേഖലകളിലാണ് എങ്കിലും തിളങ്ങുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ വർധനവ്, സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിട്ടു എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. ശത്രുക്കൾക്ക് പോലും കാലിടറുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമാകാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഥവാ നിങ്ങളെ ഉപദ്രവിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിച്ച രീതിയിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വീടുകളിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാക്കുന്നു. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ എന്നും മന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷം തന്നെയാണ്. ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാകുന്നു. കൂടാതെ നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചില സമയത്ത് നിങ്ങൾക്ക് മോശമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും സുഹൃത്തുക്കളാൽ അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു.